ഡി രേണു, എനിക്കിത് കുടുംബശ്രീക്ക് വരാൻ പറ്റത്തില്ലടി. ഇന്നെന്റെ മോളും മരുമോനും എത്തിയിട്ടുണ്ട്. അവരെ നാളെ ഗോവയ്ക്ക് പോവാ ഹണിമൂണിന്. അതെ, എന്റെയൊക്കെ കാലത്ത് ഹണിമൂൺ എന്നും പറഞ്ഞ് അങ്ങേര് നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. കുറെ കുരങ്ങന്മാരുടെ ചാട്ടം കാണിക്കാൻ. നീ നന്നായിട്ട് പൊലിപ്പിച്ചേക്കണേ. അവർക്കൊന്നും അറിയില്ലല്ലോ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചിടാണ്ടാവുന്ന ബുദ്ധിമുട്ട്. ഇത് ശരിയടി, അപ്പൊ ഞാൻ വെക്കട്ടെ. അങ്ങനെയാണ് എനിക്ക് ഓക്കെ ആണല്ലേ? എനിക്ക് ഓക്കെ അല്ല. അതെന്താ ഓക്കെ അല്ലാത്ത? അത് അമ്മയേട്ടനോട് തീരുമാനാ. എൻ്റെ അഭിപ്രായം ആരും ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ വേറെ ആളിട്ട് ഇഷ്ടത്തിലാണ്. കെട്ടുവാണെങ്കിൽ ഞാൻ അയാളെ മാത്രമേ കെട്ടുള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞ? അത് പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടാ ഇഷ്ടമല്ലാന്ന് പറഞ്ഞേ. അതെന്തിനാ? അത് ചേട്ടൻ പറയാ നിറവസാകുമ്പോ വിഷ്ണുവിനെ കാണാൻ സിംഹവാലം കാര്യങ്ങളെ പോലെ ഉണ്ടെന്ന്. ചെറുതായിട്ടുണ്ടല്ലേ? അപ്പൊ ഇഷ്ടാണല്ലേ? ഞാൻ ആരാപ്പോലെന്ന് സിംഹാലം കുറങ്ങ. നേരത്തെ സിംഹാലം കുറങ്ങ. അവിടെ സിംഹാലം കുറങ്ങ. ശ്രീകുട്ടിനെ കാണാൻ നല്ല സുന്ദരിയുണ്ട്. ഞാൻ പണ്ടേ സുന്ദരിയല്ലേ? അതെ, എന്നാലും ഇന്ന് കുറച്ചുകൂടി സുന്ദരിയായെന്ന് പറയായിരുന്നു. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം പഴങ്കഞ്ഞിയാണോ? എന്താണ് ഒരു സോപ്പിടല്ലേ പതിവില്ലാണ്ട്? ശ്രീകുട്ടി, എന്താ ഇന്നത്തെ കളി? നീ രാത്രി എന്ത് കഷ്ടം. ഒരു പ്രാവശ്യം. രണ്ട് റൗണ്ടായി. നീ രാത്രി മതി. ഒരു വട്ടം കൂടെ. ഇനി ചോദിക്കരുത്. ഓക്കെ? ഇത് ലാസ്റ്റ് ആണേ. ശ്രീകുട്ടി എടുത്തുവെച്ചോ. വേണ്ടേ? ഇത് വേണം. അവൻ വന്നാ എല്ലായിടത്തും എടുത്തേക്ക്. രാത്രി അടിക്കണ്ടേ? ശ്രീകുട്ടി ചെല്ലി. മോളെ, ചിന്നു വന്ന ഇന്നും കുറച്ച് വഴിയും വരാൻ. വരുവോ? വരും. അപ്പൊ ഞാൻ എന്തായാലും നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് റെഡി ആയിട്ട് നിൽക്കട്ടെ. പിന്നെ നീ ഇന്ന് തന്നെ ഇത് സെറ്റ് ചെയ്താണ്. നാളെ നിങ്ങൾ ഗോവയ്ക്ക് പോകും. അതിന് മുമ്പ് എങ്ങനെയായാലും ചേട്ടൻ അവളെ സെറ്റാക്കി തരണം. അറിയാല്ല ചേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ. എടാ, വരുന്ന സൺഡേയുടെ കല്യാണം. അവന്മാരൊക്കെ കൂട്ടിക്കോ. എടാ, പെയിന്റ് അടിക്കാനൊന്നും പിള്ളേരാരും ഇല്ല. നമ്മുടെ കൂട്ടുകാരൻ തന്നെയാ കിട്ടുന്നേ. ശരി. എന്താന്ന് വെച്ചാ വിളിക്ക്. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ വിളിക്കാം. ശരിയടാ, ഓക്കെ. ഏട്ടാ. എന്താ വിളിച്ചേ? ചേട്ടാന്ന്. എന്ത് പറ്റി ഏട്ടാ? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ നിന്നെ പറ്റി ആലോചിക്കുമായിരുന്നു. ദയെന്ന് പറയുമ്പോ കല്യാണം എത്തും. ഞാനും അമ്മ എന്തായാലും നിന്നെ വെറും കൈയോടൊന്നും വിടത്തില്ല. അതെനിക്കറിയാലോ. എന്തറിയാന്ന്? അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർത്തിയത്. അവിടുന്ന് ഇവിടുന്ന് സമ്പാദിച്ച് കുറച്ച് കൂട്ടി വെച്ചിട്ടുമുണ്ട്. അത് മൊത്തം നിനക്കാ. പിന്നെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാടാ. എന്തേ? അല്ല, നിന്നെ കെട്ടിച്ചുവിടുമ്പോഴേ അവിടെ ചിന്നുണ്ടല്ലോ, ചിന്നുനെ കെട്ടിക്കുമ്പം നിന്റെ വീടെടുത്ത് അവളെ കെട്ടിക്കും.
അത് വേറൊരു വീട്ടിലോട്ട് പോകത്തില്ലേ? നമ്മളെ അമ്മ ഉണ്ടാക്കിയ എന്തിനാടി വേറൊരു വീട്ടിൽ കൊണ്ട് കളയണം? അതിന് അല്ല, ഈ പറഞ്ഞ ചിന്നുവിനെ ഞാൻ കെട്ടിയ ഓട്ടോമാറ്റിക്കലി അമ്മ കൊടുത്തത് ഇങ്ങോട്ട് വരത്തില്ലേ? ആ അതുകൊണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞ അന്ന് എങ്ങനെയെങ്കിലും ചേട്ടായിക്ക് വേണ്ടിയിട്ട് നീ ചിന്നുവിനെ ഒന്ന് സെറ്റാക്കി തരണം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കുടുംബം നമ്മുടെ അമ്മ ഉണ്ടാക്കിയത് പുറത്ത് കളയണ. അത് ശരിയാണല്ലോ. ആ. പിന്നെ അളിയനോട് പറ നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോവാന്ന്. ചിന്നു വരുന്നല്ലേ, അവിടെ ഒന്ന് നിന്നർസ് ചെയ്യാം. എന്നാ വിട്ടു അളിയിരുന്ന് ബോറടിക്കുന്നു. ചിമ്മിക്ക് ചിമ്മിക്ക് പൊളിക്കും ഞാൻ. അവനെന്തിനാ വിളിച്ചേ? അത് കുപ്പിയിലും ചോദിച്ചാ? അതല്ല, അത് വേറെ കാര്യം. ആ കുപ്പിരിക്കണ അതേ രാത്രിയാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇരി. അതെ, ആ. രാത്രി രാത്രി അമ്മയുടെ സിനിമയ്ക്ക് വന്നതാണ്. പിന്നെ സിനിമക്കാരാണ് അപ്പൊ ഇട്ടിട്ടത് പണ്ടാരടങ്ങാൻ. പകലൊക്കെ എന്ത് മാന്യന. അത് പിന്നെ ഒട്ടുമിക്ക ആണുങ്ങൾ അങ്ങനെയല്ലേ, നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ ഒക്കെ മുമ്പിലും ഭയങ്കര മാന്യായിരിക്കും. പക്ഷെ റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഇരുന്നേ. ആരാ ഇത്? എപ്പ എത്തി മോള്? ഞാൻ ലേറ്റായില്ല. എവിടെ മോള്? ലേറ്റ് ഒന്നും അല്ല. പിന്നെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ഫസ്റ്റ് മോൾ ആദ്യം പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നു. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? പിന്നെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയല്ലേ മെയിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം തീർത്തിട്ടേ പോകാവൂ. അവരെന്ത് ചെയ്യാം അമ്മ? അവർ മോളത്തെ റൂമിലുണ്ട്, അങ്ങോട്ട് ചെല്ലേ. ഏയ് ഞാനൊന്നുമില്ല, വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവൻ. മോളെ ശ്രീകുട്ടി, കഴിക്കാൻ വാ. ഇതേ അമ്മ വിളിക്കുന്ന. അമ്മ എന്തിനാ പേടിക്കണേ? നിങ്ങളല്ലേ വിശക്കണം എന്ന് പറഞ്ഞ്. എന്റെ വിശപ്പ് അങ്ങനെയൊന്നും മാറൂല. കിടന്ന് കിടങ്ങാതെ വന്നേ. എപ്പോ വന്ന്? ഇപ്പോഴേ ഒന്നും അല്ല, നിനക്ക് എന്ത് പറഞ്ഞ ലീവ് കിട്ടിയ ഓഫീസിന്ന്? ചേട്ടന് വയ്യാന്ന് പറഞ്ഞിട്ട്. എടി ദ്രോഹി, നിനക്ക് അച്ഛനെങ്ങാനും വയ്യാന്ന് പറഞ്ഞാ പോരായിരുന്നാ? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ലീവ് കിട്ടുമോ? നാളെ ഹണിമൂണ് പോകണം. അല്ല ശ്രീകുട്ടി, അതിന് തിന്നെ തിന്നെ അപ്പോഴോട് തിന്നെ. അവൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ. ദേ, മോളെ, കൈ. ആ പെണ്ണിന്റെ മുമ്പിൽ നാണെങ്കിൽ എന്തായാലും ഇതിലും വലിയ നീളാളല്ലേ കോൺഫിഡൻസ്. പിന്നെ എന്റെ ശരിക്കും അവള് കാണാൻ എന്തായാലും തന്നെ കുളിച്ചു കാണാം. മക്കളെ എവിടോട്ടിരി? ഇത് എവിടെ അല്ലേ അല്ലേ ഇട്ട്? എവിടെ ഇരി? അമ്മ ഇതുണ്ട്, കുറച്ച് അച്ചാറ് തരും. എടുത്തോണ്ട് വരാം. മാങ്ങാച്ചാറ് കറിയൊക്കെ പക്ഷേ കേട്ടാ അമ്മ ഉണ്ടാക്കിയതാ. അമ്മ ഉണ്ടാക്കിയ മീൻകറി എങ്ങനെ കൊളം. പിന്നെ ചിന്നുവിന്റെ അടുത്ത പരിപാടികളൊക്കെ എന്തൊക്കെയാ? ഇന്ന് ലീവല്ലേ, ഉച്ച കഴിഞ്ഞ് അമ്മയായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോകണം. തമാശ. അല്ല, ഫ്യൂച്ചർ പരിപാടികളെ
ഈ ഇപ്പം ജോലിയായി, ഇനി അടുത്തത് കല്യാണം. അളിയനോട് ഞാൻ പറയാതിരിക്കുന്നു. എന്താ അളിയാ? അളിയനും അമ്മയും കൂടി അടുത്ത ആഴ്ച വീട്ടിലേക്കെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ആക്കുന്ന എന്തിനാ? ഇപ്പം നമ്മളൊരു ഫാമിലി പോലല്ലേ, ഈവനിങ്ങോ നൈറ്റോ എപ്പോഴും വരാട്ടോ അളിയാ. എന്തോ അളിയാ ഫോർമാലിറ്റി? അതല്ല, അവളുടെ കല്യാണം നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അളിയാ ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെ അല്ലേടി. ഞാനും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ പെണ്ണാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് വീട്ടിലൊന്നും ഇരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ചോദിക്കണം കേട്ടോ. അളിയ അങ്ങനെ തന്നെയാണ് മിഥുനും പറഞ്ഞത്. മിഥുനാ? ആരാ? മിഥുൻ അളിയ ഇവള് മിഥുനായിട്ട് 3 വർഷം പ്രേമത്തിലായിരുന്നു. എത്ര വർഷം? നെക്സ്റ്റ് മന്ത് കഴിയുമ്പോൾ 4 ഇയർ ആവും. പോരാത്തിന് എന്നെക്കാളും കൂടുതൽ ശമ്പളം ഉണ്ടാവും. അച്ഛനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ടല്ല. ശ്രീകുട്ടിക്ക് ഈ കാര്യം കുറെ നാളായിട്ട് അറിയായിരുന്നെന്ന് നമ്മളോട് പറഞ്ഞ. ഇതല്ലേ ശ്രീകുട്ടി? നിനക്ക് നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? അമ്മേ, കുറച്ച് അച്ചാറ് എന്താന്ന് വെച്ചാൽ കൊടുക്ക, അവള് കഴിക്കട്ടെ. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് നീ കരയാണോ? നമ്മുടെ കുടുംബത്തിന്റെ മാനം പറക്കാൻ പോവാ. എന്തൊക്കെ മോനെ നീ പറയുന്നേ? നമ്മുടെ വിഷ്ണു ഇല്ലേ? ആ, നമ്മുടെ വിഷ്ണു. അവൻ ഈ സ്ത്രീ വിഷയത്തിൽ കുറച്ച് സീനാണ് കേട്ടത്. എന്റെ ദേവി, എന്റെ ശ്രീകുട്ടി. പോരാത്തതിന് അവന്റെ തന്തിയില്ലേ, അങ്ങനെ കൂടെ ബാങ്കിന്റെ മുറവില് മെത്ത കച്ചവടം. മെത്ത കച്ചവടം? മെത്ത കച്ചവടം അല്ല, മെത്ത് കച്ചവടം. MDMA. എന്റെ ദേവി, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? നീ അല്ലേടാ അവനെ കല്യാണത്തിന് മുന്നേ പറഞ്ഞ അവന് നല്ല ജോലിയുണ്ട്, സാലറി ഉണ്ടെന്നൊക്കെ. അതിന് ഞാനിപ്പോഴല്ലേ ചിന്നുന്റെ കാര്യം അറിയുന്നത്. ചിന്നുവിന്റെ ചേട്ടന്റെ കാര്യം നാട്ടുകാർ പറഞ്ഞിട്ട് അറിയുന്നത്. അമ്മ, എന്തായാലും ആ പോലീസുകാർ ഇവിടെ വന്ന അവളെ നിങ്ങളെയും കൂട്ടുപ്രതിയായിട്ട് കൊണ്ടേ ഇപ്പൊ ചോദിക്കാനൊന്നും നിൽക്കണ്ട. മോളെ, ഇപ്പൊ ചോദിക്കണ്ട. നീ ചുമ്മാ ഇരുന്ന്. എന്റെ സമയമുണ്ടല്ലേ, നമുക്ക് പതുക്കെ പറഞ്ഞുവിടാം. മോളെ ശ്രീകുട്ടി, ഒന്നിങ്ങോട്ട് വന്നേ. ചോദിച്ചാ മതി, ഇപ്പൊ ചോദിക്കണമെന്നില്ല. എന്താ മാ? നീ ഇങ്ങോട്ടൊന്ന് വേഗം വന്നേ. മോളെ, എന്തൊക്കെയാ ഇവൻ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നേ? അവന് പെണ്ണു വിഷയമുണ്ട്, മയക്കുമരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അമ്മ, വിഷ്ണുടെ പാവ അമ്മ. പിന്നെ ഇവൻ എന്തൊക്കെയാ പറയുന്നേ? ആരാ പറഞ്ഞേ? ഏട്ടനാണോ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട് അമ്മ. അല്ല, നിന്നെ കെട്ടിച്ചോടുമ്പോഴേ അവിടെ ചിന്നുണ്ടല്ലോ, ചിന്നുവിനെ കെട്ടിക്കുമ്പം നിന്റെ വീടെടുത്ത് അവളെ കെട്ടിക്കും. ഈ പറഞ്ഞ ചിന്നുവിനെ ഞാൻ കെട്ടിയ ഓട്ടോമാറ്റിക്കലി നമ്മ കൊടുത്തത് ഇങ്ങോട്ട് വരത്തില്ലേ? ആഹാ, അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു നാടകം കൂടെ നടക്കുന്നുണ്ടല്ലേ? ദേ, പെണ്ണിനെയും ചെക്കനെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ ഈ ഇറച്ചിക്കറി എടുത്ത് നിന്റെ ആ മോന്തയ്ക്ക് ഒഴിക്കും. പോയാ അവിടുന്ന്. ഓഹോ, കാണിച്ചു തരാം. അതെ അളിയ, അളിയൻ്റെ കല്യാണത്തിന് ചിന്നൂടെ ഒരു കൂട്ടുകാരി വന്ന് ഓർക്കുന്നുണ്ട്. ഒരു ഓറഞ്ച് ചുരിദാറൊക്കെ ഇട്ടിട്ട്. അതിനെ കെട്ടിച്ചാണോ? അല്ല. അല്ലേ? അല്ല.